കടൽ മണൽ ഖനനത്തിനെതിരെ സമരപ്രഖ്യാപനവുമായി ലത്തീൻ സഭ ഈ മാസം 27-ന് തീരദേശ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. കടൽ ഖനനം നടത്താനുള്ള നീക്കം കേന്ദ്രം നിർത്തണം എന്ന് ലത്തീൻ തിരുവനന്തപുരം അതിരൂപത മെത്രാപ്പൊലീത്ത തോമസ് ജെ നെറ്റോ ആവശ്യപ്പെട്ടു. കടൽ ഖനനം കേന്ദ്രത്തിന്റെ ഏകപക്ഷീയമായ തീരുമാനമാണ്, സാമൂഹിക പ്രശ്നമായി ഇതിനെ കാണണമെന്നും തോമസ് ജെ നെറ്റോ പറഞ്ഞു. എ വി ജയശങ്കറാണ് ചേരുന്നത് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങളുമായി. ജയശങ്കർ, അപ്പോൾ ഒരു തുറന്ന പ്രതിഷേധ സമര പരിപാടികളിലേക്ക് കടക്കുകയാണോ സഭ? അതായത് ഈ കടൽ ഖനനവുമായി ബന്ധപ്പെട്ട സഭ നിലപാട് കടുപ്പിക്കുകയാണ്. കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ വലിയ വിമർശനമാണ് തോമസ് ജെ നെറ്റോ നിലവിൽ ഉയർത്തുന്നത്. അതായത് കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന ഒരു നയമാണ് സ്വീകരിക്കുന്നത്. ആ കോർപ്പറേറ്റുകൾക്ക് എല്ലാ വാതിലുകളും തുറന്നു നൽകുന്ന ഇത്തരം തീരുമാനങ്ങൾക്കെതിരെ സഭ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും തീരദേശം കേന്ദ്രീകരിച്ച വരും ദിവസങ്ങളിൽ വലിയ തോതിലുള്ള ഒരു സമരം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ വാക്കിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. എന്തായാലും ഈ മാസം 27-ന് തീരദേശ ഹർത്താൽ നടത്തും. ഈ മത്സ്യത്തൊഴിലാളികളുടെയൊക്കെ സംഘടന ഇത്തരത്തിൽ ഹർത്താൽ സംഘടിപ്പിക്കുന്ന ഹർത്താലിന് എന്തായാലും ലത്തീൻ അതിരൂപത നിലവിൽ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കടൽ ഖനനത്തിനെതിരെ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് സഭ ഒരുങ്ങുന്നതെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വായിക്കുന്നത്. എന്തായാലും 27-ാം തീയതിയിലെ സമരത്തിന് ശേഷം വലിയ തോതിലുള്ള തുടർ പ്രക്ഷോഭങ്ങളിലേക്ക് കിടക്കും. അന്നേ ദിവസം മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ വിട്ടുനിൽക്കും. ഉപജീവന മാർഗം തന്നെ ഉപേക്ഷിച്ച് പ്രതിഷേധിക്കാനാണ് ഇവരുടെ തീരുമാനം. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സമരം ഏത് തരത്തിൽ പോകും, എങ്ങനെ പോകും, കേന്ദ്ര സർക്കാർ ഈ തീരുമാനം മാറ്റുമോ പുനഃപരിശോധിക്കുമോ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എന്തായാലും കാണാനുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾക്കുൾപ്പെടെ ഈ വിഷയത്തിലെ നിലപാട് എന്താണെന്ന് അറിയാനുണ്ട്. എന്തായാലും സഭ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു, സമരത്തിനൊപ്പം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു. സ്മിത, ശരി. എ വി ജയശങ്കറാണ് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. അപ്പോൾ കേന്ദ്രത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം, അതിലേക്ക് തന്നെയാണ് ഇപ്പോൾ ലത്തീൻ സഭ കടക്കുന്നത്. അപ്പോൾ സംസ്ഥാനവും ഇതിന് ചേർന്ന് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിൽ ലത്തീൻ സഭയുടെ കൂടെയാണെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധത്തിൽ ഏത് രീതിയിലാകും സംസ്ഥാന സർക്കാരിൻ്റെ നീക്കം എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാകും.